രണ്ടുപേരും കൂടെ ഒരുങ്ങി കെട്ടി എങ്ങോട്ടാണ് പോകുന്നതെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. വിച്ചു തവള ചാടിച്ച് പോകുന്നത് എങ്ങോട്ടാണെന്നറിയാവോ? സ്കൂളിലോട്ട്. അതിൻ്റെ സന്തോഷം അവൻ്റെ മുഖത്ത് കാണാനും ഉണ്ട്. സ്കൂളിൽ ചെന്നത് അവൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ പരക്കുമായിരുന്നു. പക്ഷേ ആരെയും കണ്ടില്ല കേട്ടോ. അങ്ങനെ പടിയൊക്കെ ചവിട്ടി ഞങ്ങൾ മേലോട്ട് ചെന്നതും ഒരാൾ ഇരിക്കുന്നു. ആരാന്നറിയാം? മിറർ 2 ഷോ ഒക്കെ നടത്താമെന്ന് കരുതി. പക്ഷെ നടന്നില്ല ഗായ്സ്. എന്താണെന്നറിയാം, ബാക്കിൽ ആളുള്ളതുകൊണ്ട് പിന്നെ വിചാരിച്ച് വേണ്ട, ഇനി അവസരം വരുമല്ലോ. പിന്നെ നല്ല പടിയൊക്കെ ചവിട്ടി മേലോട്ട് മേലോട്ട് കയറി അയ്യോ വയ്യ കുഴഞ്ഞ് എന്നൊക്കെ മട്ടില്ല കയറി പോകുന്നത്. പിന്നെ ഓഫീസിൽ ചെന്ന് ഓഫീസിലെ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞ് ടെക്സ്റ്റ് ബുക്ക് മേടിച്ച് ഞങ്ങൾ തിരിച്ച് അങ്ങോട്ട് ഇറങ്ങി കോമ്പൗണ്ടിൽ ചെന്ന് വിച്ചു അവിടെ എല്ലാം നോക്കുക. സ്കൂൾ അടച്ചതിന് ശേഷം ഇപ്പോഴല്ലേ വരുന്നേ, അതുകൊണ്ട് അവിടെ എല്ലാം വാച്ച് ചെയ്തിട്ട് തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോകാൻ ഇറങ്ങി. അപ്പം സെക്യൂരിറ്റി ചേട്ടൻ നിൽക്കുന്നു. സെക്യൂരിറ്റി ചേട്ടൻ ഇനി വല്ല എന്തെങ്കിലും പറഞ്ഞാലോ ഒന്നും ചൊല്ലി ക്യാമറ അങ്ങ് താത്തു. പക്ഷേ കുഴപ്പമില്ല കേട്ടോ, ഒന്നും പറയത്തില്ല. ക്യാമറ അങ്ങ് താത്ത് ഞങ്ങൾ പതിയെ അങ്ങ് നടന്ന് എന്ന് സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് 2 ഷോ ഒക്കെ നടത്താമെന്ന് ചൊല്ലി. സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് ഞാനും വിച്ചോട്ടനും കൂടെ 2 ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് തിരിച്ച് ക്രോസിൻ്റെ അടുത്തേക്കും പണി കിട്ടിയോ എന്നും പറഞ്ഞിങ്ങനെ ഇരിക്കുക. എന്താണെന്നറിയോ, ക്രോസിൽ പണി നടക്കുന്ന വണ്ടിയൊക്കെ തിരിച്ച് പോന്ന്. അപ്പോൾ തിരിച്ച് പോകണോ എന്തോ വേണമെന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇനി വയ്യ, ചൂടും വെയിലും ഒക്കെ ഇല്ലയോ. അങ്ങനെ ഇരിക്കുമ്പോൾ ക്രോസ് പറഞ്ഞ് ഞങ്ങൾ പോയി. അപ്പം തിരിച്ച് പോയിട്ടെല്ലാം ശശിയായില്ലേ ഗൈസ്. അങ്ങനെ നാരങ്ങ വെള്ളം വേണമെന്നും പറഞ്ഞ് ഞങ്ങൾ ബേക്കറി കയറി. അപ്പം വീണ്ടും വിച്ചിന് ബോൾ ഐസ്ക്രീം വേണം. അങ്ങനെ കുഞ്ഞു ബോൾ ഐസ്ക്രീമൊക്കെ മേടിച്ച് നാരങ്ങ വെള്ളം ഒരെണ്ണേ മേടിച്ചോളൂ കേട്ടോ. ഞങ്ങൾക്ക് 2 പേർക്ക് ഒരെണ്ണം മതി. അവൻ ഇച്ചിരിയേ കുടിക്കത്തുള്ളൂ. അവൻ ചിയാസീഡിന് വേണ്ടിയാണ് നാരങ്ങ വെള്ളം കുടിക്കുന്നത്. ചിയാസീഡൊക്കെ ചവച്ച് അരച്ചരച്ച് ഇങ്ങനെ നിൽക്കുക. പിന്നെ ഞാനും നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് നേരെ വീട്ടിലോട്ട് വിട്ടപ്പം ചക്കത്തോരൻ അമ്മ ചക്കയെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. തൊട്ടടുത്ത് കൊണ്ട് നല്ല പഴുത്ത മാങ്ങയും കോവയ്ക്കയും. നിങ്ങൾക്ക് പഴുത്ത മാങ്ങയും കോവയ്ക്കൊക്കെ ഇഷ്ടമാണോ? അപ്പം കോവയ്ക്ക തോരൻ വെക്കാമെന്നും പഴുത്ത മാങ്ങ നമുക്ക് ജ്യൂസ് അടിക്കാമെന്നും പറഞ്ഞു. ഇപ്പം പഴുത്ത മാങ്ങ സീസണല്ലേ, എല്ലായിടത്തും മാങ്ങയാണ്. പിന്നെ നോക്കിയപ്പോൾ കാണാത്ത കാഴ്ച കാണുന്നു. വിച്ചുകൂട്ട ടെക്സ്റ്റെല്ലാം എടുത്ത് വെച്ച് നോക്കുന്നു. ഞാൻ ചോദിച്ചു, എന്തോ പറ്റി മോനെ, ടെക്സ്റ്റൊക്കെ കാണാത്ത കാഴ്ചയൊക്കെ കാണുന്നു കേട്ടോ, എന്താ കാര്യം എന്നൊക്കെ പറഞ്ഞു നിന്നു. അങ്ങനെ വിഷമിച്ച ഒരാൾ എൻ്റെ അടുത്തോട്ട് ഓടി വന്ന് ഞാൻ പിന്നെ എന്തോ പറ്റി മോനെ, എന്താ കാര്യം എന്താ? അപ്പം മിണ്ടത്തില്ല, ചുണ്ട് കൂട്ടി അടിച്ച് അങ്ങനെ ഇരിക്കുക. ഞാൻ ചോദിച്ചു, എന്താ മോനെ കാര്യം പറ. അപ്പോഴും ഒന്നും പറയുന്നില്ല, മിണ്ടാതെ ഇരിക്കുന്നു. വീണ്ടും തലയാട്ടുക. എന്താ കാര്യം പറ, ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കി, ഏതാ ഇഷ്ടപ്പെടാത്തതെന്നൊക്കെ ചോദിച്ച്. അപ്പം പറഞ്ഞു ഇഷ്ടപ്പെടാത്ത മാത്സാണ്. അപ്പം ഞാൻ പറഞ്ഞു മാത്സ് വല്ലേലും പണ്ടേ കൊച്ചു വീക്ക്, കുഴപ്പമില്ല നമുക്ക് ശരിയാക്കി എടുക്കാം. അങ്ങനെ നോക്കിയപ്പം ചക്കത്തോരനൊക്കെ റെഡിയാക്കി വെച്ച് അമ്മ ഇരിക്കുന്നു. അപ്പോൾ ചോറ് കൂട്ടി ചക്കത്തോരനെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്കണേ. അപ്പോൾ ഓക്കെ, ബായ്.